പ്രിയമുള്ളവരെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ലോകപ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനാണ് വിക്ടർ യൂഗോ. അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന നോവൽ പ്രസിദ്ധമാണല്ലോ. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസിക് രചനയായ നോത്രദാമിലെ കൂനൻ, അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള എസ്മറാൾഡ എന്ന 16 വയസ്സുകാരി, ഈ ഒരു നാടോടി പെൺകുട്ടിയാണ് എസ്മറാൾഡ. അവൾക്ക് നൃത്തമറിയാം. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയി നൃത്തം അവതരിപ്പിച്ച് എല്ലാവരുടെയും മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങാറുണ്ട്. എന്നാൽ അവൾക്കൊരു സങ്കടമുള്ളത്, കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും വേർപെട്ടു പോയി. ഈ അച്ഛനും അമ്മയും വേർപെട്ടു പോയെങ്കിലും അവരെ തേടിയുള്ള അന്വേഷണമാണ് അവളുടെ യാത്ര. അവളുടെ കഴുത്തിൽ ഒരു പച്ച സഞ്ചി തൂക്കിയിട്ടിട്ടുണ്ട്, ഒരു ചെറിയ പച്ച സഞ്ചി. ആ പച്ച സഞ്ചിയിൽ ഒരു വസ്തുവുണ്ട്. ആ വസ്തു എടുത്താൽ അച്ഛനും അമ്മയും എവിടെയുണ്ട് എന്ന് കാണാൻ കഴിയും എന്നുള്ള സങ്കല്പത്തിലാണ് അവൾ നാടോടിയായിട്ട് നടക്കുന്നത്. ഇവിടെ എസ്മറാൾഡ ഒരു നല്ലൊരു പെൺകുട്ടിയാണ്, നല്ല സുന്ദരിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. പക്ഷെ അവൾ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട് അവൾക്ക്. അവൾ ഫിസ്ബ എന്ന് പേരുള്ള ഒരു ക്യാപ്റ്റൻ, ചെറുപ്പക്കാരനാണ്. ആ ക്യാപ്റ്റനെ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ ഇവളുടെ പ്രണയം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അദ്ദേഹം സുന്ദരനാണ്. പല സ്ത്രീകളും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പോകും. എന്നാൽ യഥാർത്ഥ സ്നേഹം വന്നിട്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. എന്നാൽ നോത്രദാം എന്നുള്ളൊരു പള്ളിയുണ്ട്. ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. പാരീസിലെ പ്രസിദ്ധമായ ഒരു പള്ളിയാണ് നോത്രദാം പള്ളി. ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. ഈ പള്ളിയിലെ വികാരിയാണ് ക്ലോഡ് ഫ്ലോറോ. അദ്ദേഹം ഈ നാടോടി പെൺകുട്ടിയെ കാണുകയാണ്. പക്ഷേ അവൾ ഇദ്ദേഹത്തെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഇവളെ സ്വന്തമാക്കാൻ വേണ്ടി ആരെ കൊന്നാണെങ്കിലും ഇവളെ സ്വന്തമാക്കാൻ വേണ്ടി ഇയാൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ ക്യാപ്റ്റനോട് വരുന്നത്. ക്യാപ്റ്റനെ കൊന്നു എന്നുള്ള ഒരു കാര്യം വരുത്തി വെച്ചുകൊണ്ട് ക്ലോഡോ രാജാവിനെ അറിയിക്കുകയാണ്. അത് ഈ പെൺകുട്ടിയാണ്, നാടോടി പെൺകുട്ടിയാണ് ഈ ക്യാപ്റ്റനെ കൊന്നു എന്ന് പറഞ്ഞ് അവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയാണ്. അവളെ തുറങ്കിലടച്ച് രാജാവ് ഇവളെ വധിക്കാനാണ് കൽപ്പന കൊടുത്തത്. വധിക്കാൻ എസ്മറാൾഡയെ വധിക്കാനാണ് രാജാവ് കൽപ്പിച്ചത്. ആ സമയത്ത് നോത്രദാമിലെ മണിയടിക്കാരനായിട്ടുള്ള വിരൂപനായിട്ടുള്ള ഒരു കൂനനുണ്ട്, കോസിമെഡോ. അദ്ദേഹമാണ് ഈ കഥയിലെ യഥാർത്ഥ നായകൻ. കോസിമെഡോ വിരൂപനാണ്. ഒരു കൂനുണ്ട്. ആ കൂനൻ വന്ന് ഇവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. കൂനൻ രക്ഷപ്പെടുത്തി അവർ അവിടെ നിന്ന് പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു പാറയിടുക്കിൽ 2 അസ്ഥികൂടങ്ങൾ കണ്ടു. ഈ അസ്ഥികൂടങ്ങൾ പുണർന്ന് കിടക്കുകയായിരുന്നു. മറ്റാരുടെ ആയിരുന്നില്ല, ഈ ഒരു 2 രൂപയായിരുന്നു. കൂനൻ്റെയും ഈ നാടോടി പെൺകുട്ടിയായിരുന്നു. ഇതാണ് എസ്മറാൾഡ എന്ന കഥാപാത്രം. നന്ദി, നമസ്കാരം.